4.5 പതിറ്റാണ്ട് കാലം ഒരു നാടിനെ സേവിച്ച് ആബാലവൃദ്ധം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന വിനയാന്വിതനായ പണ്ഡിത പ്രതിഭ മർഹൂം ഇബ്രാഹിം ഉസ്താദ്. ചൂലൂർ മഹല്ലിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ സാത്വികൻ, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത കർമ്മയോഗി. ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമായി വിജ്ഞാനത്തിൻ്റെ പൊൻതിരികൾ തെളിയിച്ച ആ പണ്ഡിത സൂര്യൻ ഇന്നിവിടെ ആദരിക്കപ്പെടുകയാണ്. വെള്ളലശ്ശേരി ഗ്രാമത്തിൻ്റെ ഭൂതവും വർത്തമാനവും ഇവിടെ സംഗമിക്കുകയാണ്. ലാളിത്യത്തിൻ്റെ പ്രതീകമായ വിനയത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും മകുടോദാഹരണമായ ഇബ്രാഹിം മുസ്ലിയാർ 1950 മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലെ വാവൂരിൽ കോലോത്ത് തറവാട്ടിൽ ജനിച്ച ഇബ്രാഹിം മുസ്ലിയാർ ഒരു ചരിത്ര നിയോഗം പോലെ ചൂലൂർ ദാറുസലാം മദ്രസയിൽ അധ്യാപകനായി കയറിയത് 1971 ഏപ്രിൽ മാസം 10-ാം തീയതിയായിരുന്നു. വാവൂരിൽ നിന്ന് കാൽനടയായി ചാലിയാർ പുഴ നീന്തിക്കടന്ന് ഉസ്താദിൻ്റെ അധ്യാപക യാത്ര നീണ്ടത് സുദീർഘമായ 45 വർഷങ്ങൾ. എത്ര തലമുറകൾക്ക് ദീനീ വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ടാണ് സഫലമായ ആ ജീവിതം ഇതുവഴി കടന്നുപോയത്. ഒരു നാടിനെ അതിരറ്റ് സ്നേഹിച്ച അദ്ദേഹം ചൂലൂർ മഹല്ലിലെ സകലമാന പുരോഗതിയുടെയും നെടുന്തൂണായിരുന്നു. അധ്യാപകനായി തുടങ്ങി സദർ മുഅല്ലിമും ഖതീബുമായി തിളങ്ങി പ്രൗഢസുന്ദരമായ പ്രസംഗങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഏവരുടെയും ഹൃദയം കവർന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് ഈ നാടിൻ്റെ ചരിത്രമായി മാറി. കുഞ്ഞുങ്ങളോട് അതിരറ്റ വാത്സല്യവും സമപ്രായക്കാരോട് തെളിഞ്ഞ സൗഹൃദവും മുതിർന്നവരോട് തികഞ്ഞ ബഹുമാനവും നിലനിർത്തിപ്പോന്ന ഉസ്താദിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രാമത്തിന് 100 നാവാണ്. ഏകദേശം ഒരു 40-44 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കമ്മിറ്റിയുടെ ചൂലൂർ ദാറുസലാം മദ്രസ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് നമ്മുടെ വാവൂർ അബ്ദുറഹ്മാൻ മുസ്ലിയായിരുന്നു ഇവിടെ ജോലി ഉണ്ടായിരുന്നത്. ആ കാലം മുതൽ ഏകദേശം 40 വർഷത്തിലധികം മഹല്ലിൽ ഖതീബായിട്ടും സദറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനിടയിലായിട്ട് ഈ മഹല്ലത്തിലുള്ള സർവ്വ മുസ്ലിങ്ങളുടെയും അതുപോലെ അമുസ്ലിങ്ങളുടെയും സ്നേഹം കൈപ്പറ്റാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ആ രീതിയിലായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം മഹല്ലിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും മാതൃകയാണ്. അതുപോലെ തന്നെ അമുസ്ലിങ്ങൾക്കും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അധികവും ഇവിടെ ഉണ്ടായിരുന്നു ഹിന്ദുക്കളായിരുന്നു. ആ രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കുട്ടികളെ മാവൂരിൽ നടന്നു വന്നിട്ട് വാഹന സൗകര്യം ഇല്ലാത്ത കാലത്തൊക്കെ നടന്നു വന്നിട്ട് കുട്ടികളവിടെ നിയന്ത്രിക്കുകയും പഠിപ്പിക്കുന്നതൊക്കെ നല്ല ഈ ബഹുമാനമുള്ള ആളെ. അപ്പോൾ അയാളെ ഞങ്ങളെല്ലാവരും അംഗീകരിച്ച് നല്ല ആളാണ്. കുറേ കാലം ഇവിടെ മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ ദീനീയ കാര്യങ്ങൾ വളരെ കണിശത പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കലും ഈ ഇത്രയും നീണ്ട സമയത്തിനുള്ളിൽ ഒരു അനിഷ്ടകരമായ വാക്കുകളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണയിലും പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ നമുക്കെല്ലാവർക്കും മാതൃകാപരമായിരിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളശ്ശേരി ദാറുസലാം മദ്രസയിലെ അധ്യാപകനായിരുന്ന ഇബ്രാഹിം മുസ്ലിയാർ 1971 ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ 21-ാം വയസ്സിൽ എന്ന് പറയാം. ദീർഘകാലം ഈ മദ്രസയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. വാവൂരിൽ നിന്നും എടവണ്ണപ്പാറ വായക്കാട് വഴിയാണെന്ന് കാൽനട യാത്രയായി അദ്ദേഹം വരാറുള്ളത്. അങ്ങനെ ഈ മദ്രസയിലെ സാധ്യവാനും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം സദർ മുഅല്ലിമുമായി കൊണ്ട് സേവനം അനുഷ്ഠിച്ചു. ഉസ്താദിൻ്റെ സൗഹൃദ വലയം മഹല്ല് നിവാസികൾക്കിടയിൽ മാത്രമല്ല, ഇതര മത സഹോദരങ്ങൾക്കിടയിലും എത്രമാത്രം ആഴത്തിൽ വേരോടിയതാണെന്ന് ജീവിക്കുന്ന അനുഭവങ്ങളാണ്. മൊയ്ലാരെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ അന്വേഷണം ചോദിക്കുകയും പിന്നെ ഈ നാടിൻ്റെ എല്ലാ മേഖലകളിലും ഈ വ്യക്തി എല്ലാ അന്വേഷണങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് വന്ന് 1986 എൻ്റെ കല്യാണം. അയാൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ഉണ്ടായിട്ടുണ്ട്. മരിച്ച ദിവസം അയാളെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയായിരുന്നു. ഈ നാടിനും എല്ലാവർക്കും ഒരു പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു.
എൻ്റെ പള്ളിയെ തൊട്ട് മേത്തലാണ് എൻ്റെ വീട്. ആ വീട്ടിൽ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായി വരുമ്പോൾ എന്തായാലും വേണ്ട വീട്ടിലെ വിശേഷങ്ങളും കുടുംബത്തിലെ വിശേഷങ്ങളും ഒക്കെ പെങ്ങന്മാരുടെ മക്കളത് എല്ലാം ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ എൻ്റെ മാത്രമല്ല, പുറമെ ഈ സങ്കേതം, വെള്ളശ്ശേരി, അരയങ്കോട്, മുക്കൽ, ഈ ചൂലൂർ, പാലക്കാട് ഈ ഏരിയയിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ഓരോ വീട്ടിലുള്ള ആൾക്കാരെ അറിയാം. അതിന് മക്കളെ എങ്ങോട്ട് കൊണ്ടുപോയി, മക്കളെ തരണുണ്ട്, ഇതൊക്കെ അറിയാൻ വ്യക്തിയാണ്. അത്രയും നല്ലൊരു മനുഷ്യൻ തന്നെ, അത്രയും നല്ലൊരു മനുഷ്യനാണ്. തൻ്റെ അധ്യാപനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും 4.5 പതിറ്റാണ്ട് കൊണ്ട് വാർത്തെടുക്കപ്പെട്ട ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ നാട്ടിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിലും അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇബ്രാഹിം ഉസ്താദ് എന്ന ഗുരുവിൻ്റെ കഴിവുറ്റ ശിക്ഷണത്തിൻ്റെ പങ്ക് ചെറുതല്ല. ഉസ്താദിൻ്റെ ആദ്യ ബാച്ച് 1-ാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥിനികളും ഒരേപോലെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളത് സ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ തലമുറയും അതിന് താഴോട്ട് ഇന്നേ വരെ ജീവിച്ചിരിക്കുന്ന പിഞ്ചു വിദ്യാർത്ഥിനികളുടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ഈ നാട്ടിലെ പൊതുസമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഇബ്രാഹിം മുസ്ലിയാർ. വളരെ ഹൃദ്യമായ പെരുമാറ്റം, അത് തന്നെയാണ് ഉസ്താദിനെ കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാനുള്ളത്. ഞാൻ ഉസ്താദിൻ്റെ പഴയ ചില സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ വെള്ളശ്ശേരിക്കാരെങ്ങനെയാണോ ഉസ്താദിനെ ഓർത്തെടുക്കുന്നത്, എങ്ങനെയാണോ പറയുന്നത്, അതേപോലെ തന്നെയാണ് പറയുന്നത്. ഇമ്ര വെള്ളശ്ശേരി ഉസ്താദിന് വേണ്ടി ഇങ്ങനൊരു ഓർമ്മ ദിവസം സംഘടിപ്പിക്കുകയും ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരവസരം കിട്ടിയത്, അതിൻ്റെ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇബ്രാഹിം ഉസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ നമ്മൾക്ക് ആർക്കും ഉസ്താദിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു മതസ്ഥർ പോലും ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നതും മടക്കു തേച്ചിടുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഏതായാലും ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വളരെയധികം ദുഃഖമുണ്ട്. അതോടൊപ്പം ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച എല്ലാ സംഘടനാ അംഗങ്ങൾക്കും എൻ്റെ പ്രവാസ ലോകത്തു നിന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു, ആശംസ അറിയിക്കുന്നു. നമുക്ക് നാടിനെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഉസ്താദിന് ഈ നാടിനെക്കുറിച്ച് അറിയാം. മദ്രസ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഉസ്താദാണ്. ഉസ്താദിനെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണാനന്തരം ഉസ്താദിനോട് ചെയ്യുന്ന ഈ പ്രവർത്തനം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇമ്രയിൽ അല്പകാലം എനിക്കും പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരുപാട് പേർക്ക് സഹായിക്കാനും ചെയ്തു കൊടുക്കാനും സാധിച്ചു. പ്രവാസ ലോകത്ത് നിന്നും ഇബ്രാഹിം ഉസ്താദിന്റെ ശിക്ഷ സമയത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. ഈ നാടിനെപ്പോലെ തന്നെ ഉസ്താദിന്റെ ജന്മനാടും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒളിമങ്ങാതെ സൂക്ഷിക്കുന്നു. എന്താ നിങ്ങളെ പേരെന്താ? വേലുക്കുഞ്ഞൻ. എങ്ങനെ ഇബ്രാഹിം മുസ്ലിയാരെ അറിയോ? ഞങ്ങളൊക്കെ തെങ്ങന്മാരായ അറിഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞാൽ ഓലിപ്പം നേരെ കൊടുത്താ ഓല് പോയി അന്യ നാട്ടിലാവും എന്നോ. വെള്ളശ്ശേരി എന്ന സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറയലുണ്ടായിനെ. വെള്ളശ്ശേരി തന്നെയല്ല, വെള്ളശ്ശേരി തന്നെ അവിടെ നിന്നെ. നിങ്ങളെ പേരെന്തേന്? പേര് മുഹമ്മൂദ്. പിന്നെ ഇബ്രാഹിം മുസ്ലിയാരെ അടുത്ത സുഹൃത്താണ് അല്ലേ? ശനിയാഴ്ച പോവും, വ്യാഴ്ച വരും. ആ കാഴ്ച പോകാറുള്ളൂ. എല്ലായിടത്തും കുഞ്ഞാത്ത വർത്തമാനം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇല്ലാത്ത എത്ര എന്ത് അന്നിവിടെ കച്ചവടം ഉണ്ടോ? 5 കച്ചവടം നല്ല പെരുമാറ്റം. തിരിച്ചുകൊണ്ട് അത്ര പോലെ എപ്പോഴും ഏതായിരിക്കും. അവിടുത്തെ കേസുകാർ ആദ്യം നിന്നത് ഇവിടെ നെന്മട്ട ബസ്. അവിടുന്ന് അത്ര മുസ്ലിം ആളുണ്ട്. അയാൾക്ക് അവിടുന്ന് ഒരു അപ്പോൾ ഇബ്രാഹിം അയാൾക്ക് യോട്ടിസില്ല. ഇബ്രാഹിമിക്ക് അവിടെ മാറാൻ വേറെ ചൈങ്കിയതാ. ഇയാൾ നെന്മടക്ക് നിന്ന് പഠിക്കും പോന്ന് അദ്ദേഹം ഞാൻ ഇവിടെ നാട്ടും പോയി. ചിലരങ്ങനെയാണ്. ഒരു ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ വെള്ളി വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ടായിരിക്കും ഭൂമിയിൽ നിന്നും മറഞ്ഞു പോവുക. ചരിത്രം അവസാനിക്കുന്നില്ല. പുതുതലമുറ ഇബ്രാഹിം മുസ്ലിയാരെ കണ്ടിട്ടില്ല, കേട്ടിട്ടേയുള്ളൂ. എങ്കിലും അദ്ദേഹം സമൂഹത്തിൽ തെളിയിച്ച സ്നേഹത്തിൻ്റെയും നന്മയുടെയും സഹായത്തിൻ്റെയും നാളങ്ങൾ
ഇന്ന് ഉസ്താദിൻ്റെ നൂറുകണക്കായ ശിഷ്യഗണങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു ഇംബ്രയിലൂടെ. ഇബ്രാഹിം മുസ്ലിയാരുടെ സ്മരണക്കായി രൂപീകരിക്കപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ മെമ്മോറിയൽ റിലീഫ് ഇന്ന് ആതുര സേവനവും സഹായങ്ങളുമായി നാട്ടിൽ സജീവമായി നിലകൊള്ളുന്നു. മുഴുവൻ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും തികഞ്ഞ പിന്തുണയും സഹകരണവുമാണ് ഇംബ്രയുടെ ശക്തി. ചൂലൂർ മഹല്ലിലെ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ദീനീ വിജ്ഞാനത്തിൻ്റെ അക്ഷരങ്ങൾ പകർന്നു നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് വാവൂർ ജുമുഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമത്തിലാണ്. ചരിത്രം വീണ്ടും ഒഴുകുകയാണ്. അദ്ദേഹം നീന്തിക്കയറിയ ചാലിയാർ പുഴ പോലെ ഒരു ജന്മം കൊണ്ട് സമൂഹത്തിനു വേണ്ടി സാധ്യമായതിലപ്പുറം ചെയ്ത് മരിച്ചാലും മായ്ച്ചാലും മാഞ്ഞു പോവാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളങ്ങൾ ഭൂമിയിൽ അവശേഷിപ്പിച്ച് ആ പൊൻപ്രഭ മണ്ണോടലിഞ്ഞു ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ഉസ്താദ്, കാലത്തിൻ്റെ നിയോഗം പോലെ അങ്ങ് കൊളുത്തിയ ദീപശിഖയിൽ നിന്ന് വെളിച്ചം നുകർന്ന് ജീവിതയാത്ര തുടരുന്ന ഈ എളിയവരായ അങ്ങയുടെ ശിഷ്യഗണങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, ഈ നാട്ടുകാർക്ക് അങ്ങയെക്കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകളും ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളുമല്ലാതെ പകരം തരാൻ മറ്റൊന്നുമില്ല. സ്വജീവിതം കൊണ്ട് നാട്ടിൽ നന്മ വിളയിച്ച പ്രിയപ്പെട്ട ഉസ്താദിനെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.